ഫ്രണ്ട്സ്, എല്ലാവർക്കും മസ്റ്റക്കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PYQ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ് ഈ ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. FSOന്റെ PYQ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മിൽക്ക് പ്രൈസിംഗ് സിസ്റ്റം വിച്ച് ഡിസ്കറേജ് അഡൾട്രേഷൻ വിത്ത് വാട്ടർ. ഓക്കെ, അപ്പം നമ്മൾ മിൽക്കിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മിൽക്കിനെ നമ്മൾ ഫാറ്റ് കണ്ടന്റിൻ്റെ ബേസിസിൽ അതിന് പ്രൈസ് കൊടുക്കാറുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയുടെ ബേസിസിലൊക്കെയാണ് അതിൻ്റെ പ്രൈസിങ്. ഇപ്പം നമ്മൾ പാല് കറന്നിട്ട് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് സൊസൈറ്റിയിലൊക്കെ എങ്ങനെയാണ് പ്രൈസ് നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് പേയ്മെൻറ്റ് അക്കോർഡിംഗ് ടു വെയ്റ്റ്, പേയ്മെൻറ്റ് അക്കോർഡിംഗ് ടു യൂസ് ഓഫ് മിൽക്ക്, പേയ്മെൻറ്റ് അക്കോർഡിംഗ് ടു ഫാറ്റ് കണ്ടന്റ് ഓഫ് മിൽക്ക്. അതിൻ്റെ ഓപ്ഷൻ only 1, ഓപ്ഷൻ ബി only 3, ഓപ്ഷൻ സി only 1 and 2, ഓപ്ഷൻ ഡി only 2. ഓക്കെ, അപ്പം എങ്ങനെയാണ് പ്രൈസിങ്ങിനുള്ള മാനദണ്ഡം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് വെച്ചിട്ടല്ല ഒരിക്കലും മിൽമയിലൊക്കെ അല്ല സൊസൈറ്റിയിൽ പാലിൻ്റെ പ്രൈസിങ് തീരുമാനിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരാൾ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൈസിങ് തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള അഡൾട്ടറൻ്റ് ആ മിൽക്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വഴി അഡൾട്ടേർഡ് മിൽക്കായിരിക്കും കൺസ്യൂമറിലേക്ക് എത്തുന്നത്. അപ്പം അത് തടയാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ മിൽക്കിൻ്റെ ആ ഒരു പ്രൈസിങ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഫാറ്റ് കണ്ടന്റിൻ്റെ ബേസിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? പേയ്മെൻറ്റ് അക്കോർഡിംഗ് ടു ഫാറ്റ് കണ്ടന്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ യൂസ് വെച്ചിട്ടൊന്നും അല്ല കേട്ടോ പ്രൈസിങ് കൊടുക്കുന്നത്. ഇപ്പം മിൽക്കിന് പലതരത്തിലുള്ള യൂസസ് ഉണ്ടല്ലേ, ആ യൂസിന് അക്കോർഡിംഗ് ആയിട്ടൊന്നും അല്ല ഒരിക്കലും മിൽക്കിന് പ്രൈസിങ് കൊടുക്കുന്നത്. വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലുമല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൈസിങ് കൊടുക്കുന്നത്? പേയ്മെൻറ്റ് അക്കോർഡിംഗ് ടു ഫാറ്റ് കണ്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കറക്റ്റ് ഓപ്ഷനായിട്ട് ഏത് വരും? ഓപ്ഷൻ ബി ആണ്, only 3 ആണ് കേട്ടോ. മൂന്നാമത്തേത് മാത്രമേ ആൻസർ ആയിട്ട് വരുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കൺസിഡറിംഗ് ദ ലീഗൽ സ്റ്റാൻഡേർഡ്സ് ദ മാക്സിമം ഒബ്റ്റെയിനബിൾ ഓവർറൺ ഇൻ ബട്ടർ ഈസ്. ഓക്കെ, ഒരു ബട്ടറിൻ്റെ അകത്തെ മാക്സിമം ഓവർറൺ എത്രയാണ് കിട്ടുന്നതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ഓപ്ഷൻ എ 15%, ഓപ്ഷൻ ബി 25%, ഓപ്ഷൻ സി 35%, ഓപ്ഷൻ ഡി 50%. അപ്പോൾ എന്താ ഈ ഓവർറൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര കിലോഗ്രാം ഫാറ്റ് എടുക്കുമ്പോൾ ആ ഫാറ്റിൽ നിന്ന് നമുക്ക് എത്ര കിലോഗ്രാം ബട്ടർ കിട്ടും, അതിനെയാണ് ഈ ഓവർറൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഒരു 80 കിലോഗ്രാം ഫാറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിലോഗ്രാം ബട്ടർ കിട്ടും? 100 കിലോഗ്രാം ബട്ടർ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നമ്മൾ എത്രയാണ് നമുക്ക് വേണ്ടുന്ന കിലോഗ്രാം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കിലോഗ്രാം എത്രയാണ്? 80 കിലോഗ്രാം നമ്മൾ ഫാറ്റ് മാത്രമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ബട്ടർ ആക്കി കഴിയുമ്പോഴത്തേക്കിന് ആ ബട്ടർ എത്ര കാണും? ബട്ടറിൻ്റെ അകത്തോട്ട് വാട്ടറും കൂടെ ഇൻകോപ്പറേറ്റഡ് ആവും കേട്ടോ. അങ്ങനെയാണ് ബട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് കിട്ടുന്ന ബട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ഗ്രാം ആയിട്ട് നമ്മൾ 80 ഗ്രാം ഫാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ 80 ഗ്രാം ഫാറ്റിൽ നിന്ന് നമുക്ക് എത്ര ബട്ടർ കിട്ടും? 100 ഗ്രാം ഫാറ്റ് കിട്ടും. അപ്പോൾ ഓവർറണ്ണിന് ഒരു ഇക്വേഷൻ ഉണ്ട്. വെയിറ്റ് ഓഫ് ബട്ടർ മൈനസ് വെയിറ്റ് ഓഫ് ഫാറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഫാറ്റ് ഇൻറ്റു 100 എന്നാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ 100 മൈനസ് 80 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 എന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ FSSAI ഓരോരോ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ബട്ടറിൻ്റെ അകത്ത് ഇത്ര പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ഓവർറൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 25% ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓവർറൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എത്ര ഫാറ്റ് കൊടുക്കുന്നു നമുക്ക് എത്ര ബട്ടർ അതിൽ നിന്ന് കിട്ടുന്നു, അതാണ് കേട്ടോ. ഓക്കെ, 25% ആണ് മാക്സിമം ഒബ്റ്റെയിനബിൾ ആയിട്ടുള്ള ഓവർറൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കെസിൻ സബ്മില്ലേഴ്സ് ആർ ഹൈഡ്രോഫോബിക്?
ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള കെസീൻ സബ്മിസലിലെ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ 1 ആൽഫ S1 കെസീൻ, ബീറ്റ കെസീൻ ഓപ്ഷൻ 2, പിന്നെ ആൽഫ S2 കെസീൻ, ദെൻ കപ്പ കെസീൻ. ഓക്കെ, അപ്പം നമ്മുടെ കെസീൻ എന്താണ്? മിൽക്കിൻ്റെ അകത്തുള്ള പ്രോട്ടീനാണ് കെസീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കെസീനെ നമ്മൾ 4 സബ് മിസല്ലേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കെസീൻ്റെ അകത്ത് 4 സബ് മിസല്ലേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ച് സബ് മില്ലേഴ്സ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഹൈഡ്രോഫോബിക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കുറച്ച് എണ്ണം എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഹൈഡ്രോഫിലിക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഹൈഡ്രോഫിലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൈഡ്രോഫോബിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഫിയറിംഗ് ആണ്. അത് വാട്ടറുമായിട്ട് ഇൻട്രാക്ഷനിൽ വരത്തില്ല. ഇനി ഹൈഡ്രോഫിലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലവിങ് ആണ്. അത് ഈസിലി വാട്ടറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന പോർഷനാണ് ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത്. അത് ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ കെസീൻ്റെ അകത്ത് എത്ര സബ് മില്ലേഴ്സ് ഉണ്ട്? ഈ 4 സബ് മില്ലേഴ്സും കെസീൻ്റെ ഈ 4 സബ് മിസല്ലേഴ്സും കെസീൻ്റെ സബ് മിസല്ലേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ്? ആൽഫ S1 കെസീൻ, ബീറ്റ കെസീൻ, ആൽഫ S2 കെസീൻ, കപ്പ കെസീൻ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഹൈഡ്രോഫോബിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ളവ ആൽഫ S1 കെസീനും ബീറ്റ കെസീനും ആൽഫ S2 കെസീനുമാണ് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ളത് കേട്ടോ. അത് പർട്ടിക്കുലർലി ആ ഒരു കെസീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ഇൻസൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഔട്ടർ സൈഡിലായിട്ട് കാണപ്പെടുന്നതാണ് കപ്പ കെസീൻ. അത് ഹൈഡ്രോഫിലിക് ആണ് കേട്ടോ. അത് ഹൈഡ്രോഫിലിക് ആയതുകൊണ്ട് തന്നെയാണ് വാട്ടറിൻ്റെ അകത്ത് പ്രോട്ടീൻ ഇങ്ങനെ ആ ഒരു മിൽക്കിൻ്റെ അകത്ത് ഉള്ള വാട്ടറുമായിട്ട് ആ ഒരു പ്രോട്ടീൻ കമ്പൈൻ ചെയ്ത് കാണപ്പെടുന്നത് കേട്ടോ. പുറമേയുള്ള ലെയർ ഹൈഡ്രോഫിലിക് ആയതുകൊണ്ടാണ് സെപ്പറേറ്റഡ് ആയിട്ട് കാണപ്പെടാത്തത് മിൽക്കിൻ്റെ അകത്ത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഹൈഡ്രോഫോബിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആൽഫ S1 കെസീനും ബീറ്റ കെസീനും ആൽഫ S2 കെസീനുമാണ് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 1, 2, 3 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹോമോജനൈസേഷൻ എഫിഷ്യൻസി ക്യാൻ ബി അസസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്? ഓക്കെ, ഈ പറയുന്നതിൽ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് ഹോമോജനൈസേഷൻ എഫിഷ്യൻസി അളക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രീമിംഗ് റേറ്റ്, രണ്ടാമത്തെ ഓപ്ഷൻ NIZO മെത്തേഡ് അല്ലെങ്കിൽ നിസോ മെത്തേഡ്, പിന്നെ തേർഡ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് സൈസ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഹോമോജനൈസേഷൻ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് പാസ്ചറൈസേഷൻ്റെ അകത്ത് ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ ഹോമോജനൈസേഷനിൽ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ചെറിയ ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റുന്നത്. മെയിനായിട്ട് അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നോർമലായിട്ട് വീട്ടിൽ കറന്ന പശുക്കളുള്ള വീട്ടിൽ നിന്ന് നമ്മൾ പാല് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാല് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു ക്രീം ലെയർ സെപ്പറേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും അല്ലേ? ആ ഒരു തിക്കായിട്ടുള്ള ഫാറ്റ് ലെയർ മുകളിലും താഴെയായിട്ട് വെള്ളം പോലുള്ള പാലും കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ പാക്കറ്റ് പാലല്ലേ, മിൽമയുടെ പാലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു സെപ്പറേഷൻ വരത്തില്ല. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്തുകൊണ്ടാണ്? ഈ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഫാറ്റ് സെപ്പറേറ്റഡ് ആവാത്തത്. അപ്പോൾ ഫാറ്റ് സെപ്പറേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സർഫസ് ഏരിയനെ കുറച്ചുകൊണ്ട് വലിയ വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ നമ്മൾ ചെറിയ ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റിക്കൊണ്ട് ആ ഒരു ഫാറ്റിനെ എൻറ്റയർ മിൽക്കിൽ ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഒരു മിൽക്ക് എത്രത്തോളം ഹോമോജനൈസ്ഡ് ആയി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഹോമോജനൈസ്ഡ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോമോജനൈസേഷൻ എഫിഷ്യൻസി നോക്കുന്നത് കേട്ടോ. അപ്പം ഈ പറയുന്ന 3 മെത്തേഡ് വഴി നമുക്ക് ഹോമോജനൈസേഷൻ എഫിഷ്യൻസി നോക്കാം. എന്നാലും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് NIZO മെത്തേഡ് ആണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നെതർലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡയറി സയൻസ് റിസർച്ച്. നെതർലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡയറി റിസർച്ച് ഫോർ ഇവാലുവേറ്റിംഗ് മിൽക്ക് ഹോമോജനൈസേഷൻ എഫിഷ്യൻസി. അതാണ് NIZO മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ്. ബാക്കി ആ ഒരു 3 മെത്തേഡ് വഴിയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഹോമോജനൈസേഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്
ഓൾ ദ എബോവ് ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലഫി ഡിഫക്റ്റ് ഇൻ ഐസ്ക്രീം ഈസ് കോസ്ഡ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ഫ്ലഫി ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് ഐസ്ക്രീമിൽ കോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എക്സസീവ് ഓവർറൺ, ലോ സോളിഡ് കണ്ടന്റ്, എക്സസീവ് സ്റ്റെബിലൈസർ കണ്ടന്റ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഫ്ലഫി ഡിഫക്റ്റ് കോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് only 1 and 2, only 1 and 3, ഓൾ ദ എബോവ്, ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കേട്ടോ. അതിൽ തന്നെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എക്സസീവ് ഓവർറൺ വഴി ഫ്ലഫി ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലോ സോളിഡ് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഫ്ലഫി ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1 and 2 ആണ് കേട്ടോ. only 1 and 2, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എന്താണ് എക്സസീവ് ഓവർറൺ എന്ന് പറയുന്നത്? ഓവർറൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് എക്സസീവ് ആയിട്ട് എയർ ഇൻകോപ്പറേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐസ്ക്രീം കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫ്ലഫി ആയിട്ട് കാണപ്പെടുന്നു. അപ്പം അതിനെയാണ് എക്സസീവ് ഓവർറൺ എന്ന് പറയുന്നത് കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒത്തിരി എയർ ഇൻകോപ്പറേറ്റഡ് ആവുന്നത് വഴിയാണ് ഈ ഒരു എക്സസീവ് ഓവർറൺ വരുന്നത്. ഇനി രണ്ടാമത്തെ ലോ സോളിഡ് കണ്ടന്റ് ആണെങ്കിലും ഫ്ലഫി ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ സോളിഡ്സിന്റെ എമൗണ്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ വീക്ക് ബോഡി സ്ട്രക്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീം ഇങ്ങനെ ഫ്ലഫി ആയിട്ട് പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര ലൈറ്റ് ആയിട്ട് ഭയങ്കര പതഞ്ഞ് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. അത് ആ ഒരു ഡിഫക്റ്റിനെയാണ് ഫ്ലഫി ഡിഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? എക്സസീവ് ഓവർറൺ കൊണ്ടും ലോ സോളിഡ് കണ്ടന്റ് കൊണ്ടുമാണ് വരുന്നത്. ഇനി എക്സസീവ് സ്റ്റെബിലൈസേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് വരുന്ന ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഗമ്മി ആയിരിക്കും ഐസ്ക്രീം, ഭയങ്കര ചൂയി ആയിരിക്കും, പിന്നെ ഹെവി ബോഡി ആയിരിക്കും ഐസ്ക്രീമിന് കേട്ടോ. അത് ഏത് ഡിഫക്റ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ഗമ്മി ആയിട്ട് ചൂയി ആയിട്ട് അല്ലെങ്കിൽ ഹെവിയർ ബോഡി ആയിട്ട് കാണപ്പെടുന്നത്? സ്റ്റെബിലൈസേഴ്സിന്റെ കണ്ടന്റ് കൂടുകയാണെന്നുണ്ടെങ്കിലാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഈ ലൈറ്റ് ലോ സോളിഡ് കണ്ടന്റ് അല്ലെങ്കിൽ എക്സസീവ് ഓവർറൺ ആണെങ്കിൽ ഐസ്ക്രീമിന്റെ ബോഡി എന്തായിട്ട് മാറും? ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് മാറും, ഭയങ്കര ഫ്ലഫി ആയിട്ട് കാണപ്പെടും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൊയാഗുലന്റ് ഗീസ് എ ഹയർ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ചന്ന? ചന്നയിൽ ഹയർ മോയ്സ്ചർ കണ്ടന്റ് തരുന്നത് ഏത് കൊയാഗുലന്റ് യൂസ് ചെയ്യുമ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ ഈ ചന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പനീർ പോലിരിക്കുന്ന, പനീറിനെക്കാട്ടിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് പ്രൊഡക്റ്റിനെയാണ് ചന്ന എന്ന് പറയുന്നത്. ഈ ചന്ന മെയിനായിട്ട് സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ ചന്ന ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ചന്ന എന്ന് പറയുന്നത് പനീറിൻ്റെ കൂട്ട് തന്നെ ഇരിക്കും. പക്ഷെ പനീറിനെ നമ്മൾ ഹൈ പ്രഷർ യൂസ് പ്രസ് ചെയ്തിട്ട് അതിനെ ഒരു ബ്ലോക്ക് ആക്കി നല്ല ഹാർഡ് ആക്കി വെക്കും അല്ലേ. പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഈ ചന്ന മെയിനായിട്ട് രസഗുള, പിന്നെന്തുവാ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. രസഗുള, പിന്നെ രസമലായി എന്നൊക്കെ പറയുന്ന സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചന്ന മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിൽക്ക് പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് ഒന്നെങ്കിൽ സിട്രിക് ആസിഡ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് വെച്ച് കൊയാഗുലേറ്റ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ലാക്റ്റിക് ആസിഡ് ഒക്കെ വെച്ചിട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അപ്പം ഇവിടെ ഈ കൊയാഗുലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മിൽക്കിനെ കൊയാഗുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, മിൽക്ക് കൊയാഗുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പനീർ ഒക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ മിൽക്കിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൊയാഗുലന്റ് ആണ്, യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് കൊയാഗുലന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഏത് കൊയാഗുലന്റ് യൂസ് ചെയ്താലാണ് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിട്ട് കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ നമ്മൾ മിൽക്കിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അസറ്റിക് ആസിഡ് അങ്ങനെ അധികം യൂസ് ചെയ്യാറ്, അസറ്റിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വിനേഗർ പക്ഷെ ഒരു പുളിയാണല്ലോ വിനേഗറിന്.
എല്ലാം പൊളി തന്നെയാണ്. കൂടുതലായിട്ടും സിട്രിക് ആസിഡും ലാക്റ്റിക് ആസിഡും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കാൽസ്യം ലാക്റ്റേറ്റും യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് കിട്ടുന്ന ഏതിനാണെന്ന്, കാരണം ഇത് കുറച്ച് സോഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, അപ്പം അതിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പം ഏത് കൊയാഗുലന്റ് വെച്ചിട്ട് ചന്ന ഉണ്ടാക്കുമ്പോഴാണ് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിട്ട് കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം കാൽസ്യം ലാക്റ്റേറ്റ് ആണ് കേട്ടോ. കാൽസ്യം ലാക്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഹയർ മോയ്സ്ചർ കണ്ടന്റുള്ള ചന്ന കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ അസെപ്റ്റിക് പാക്കേജിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പാക്കേജ് സ്റ്റെറിലൈസേഷൻ? പാക്കേജിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് അസെപ്റ്റിക് പാക്കേജിംഗ് ടെക്നിക്കിൽ നമുക്ക് ഇതിൽ ഏതാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രോസസ്സിങ്ങും പാക്കേജിങ്ങും എല്ലാം സ്റ്റെറിലൈസ്ഡ് കണ്ടീഷനിൽ നടത്തുന്നതിനെയാണ് അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, ഹൈഡ്രജൻ പെറോക്സൈഡ്, പെറസെറ്റിക് ആസിഡ്, ദെൻ പൾസ്ഡ് ലൈറ്റ്. ഇതിലേതാണ് പാക്കേജിൻ്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ അസെപ്റ്റിക് പാക്കേജിംഗ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് only 1 and 2, only 1, 2 and 3, then all the above ആണ് ഓപ്ഷൻസിലുള്ളത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് all the above ആണ് കേട്ടോ. ഈ 4 കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നമ്മൾ അസെപ്റ്റിക് പാക്കേജിങ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ. പാക്കേജിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4 കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? സൂപ്പർ ഹീറ്റഡ് സ്റ്റീം യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്, പെറസെറ്റിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്, പൾസ്ഡ് ലൈറ്റും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ആൻസർ all the above. അടുത്ത ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡാഷ്. എന്തുമായിട്ടാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ, ദെൻ വിസ്കോസിറ്റി ഓഫ് മിൽക്ക്, റേഡിയസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂള്, പിന്നെ സെപ്പറേറ്റർ സ്ലഡ്ജ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് വെലോസിറ്റിയുമായിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിൻ്റെ വെലോസിറ്റിയുമായിട്ട്? ഫാറ്റ് ഗ്ലോബ്യൂളിൻ്റെ വെലോസിറ്റിയുമായിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫാറ്റ് ഗ്ലോബ്യൂളിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദി ഫാറ്റ് ഗ്ലോബ്യൂൾ ഇൻറ്റു ഡെൻസിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ continuous phase and dispersed phase into centrifugal acceleration divided by 18 into dynamic viscosity of the liquid എന്നാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം എങ്ങനെയാ? വെലോസിറ്റി ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾ ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദി ഫാറ്റ് ഗ്ലോബ്യൂൾ, പിന്നെ അതുപോലെ തന്നെ ഡയമീറ്ററിൻ്റെ അകത്ത് റേഡിയസ് വരുന്നുണ്ട്, പക്ഷേ റേഡിയസിൻ്റെ സ്ക്വയർ ആണ് ഡയമീറ്ററിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. അപ്പം ഡയമീറ്റർ ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾ ഇൻറ്റു അടുത്ത എന്താണ്? ഡിഫറൻസ്, ഡെൻസിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദി കോൺസെൻട്രേഷൻ ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇൻറ്റു സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഇങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇക്വേഷൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോർഷൻ്റെ മുകളിൽ കിടക്കുന്നതായിരിക്കും അതുമായിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ വരുന്നത്. എന്താണ് താഴെ വരുന്നത്? ഇൻഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇക്വേഷൻ്റെ മുകളിലത്തെയും താഴത്തെയും കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റ് ഗ്ലോബ്യൂളിൻ്റെ എന്താണ് വെലോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കൂടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ റേഡിയസിൻ്റെ കാര്യം പറയുമ്പോൾ റേഡിയസിൻ്റെ സ്ക്വയർ ആണ് വേണ്ടുന്നത്. ഇവിടെ ജസ്റ്റ് റേഡിയസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അതും തെറ്റാണ്. പിന്നെ സെപ്പറേറ്റർ സ്ലഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ സെപ്പറേഷൻ, ഒരു ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഇംപ്യൂരിറ്റീസും അതും ഇതൊക്കെ ആയിട്ട് വന്ന് അടിയുന്ന ആ ഒരു പോർഷനെയാണ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. അതും ഈ ഒരു ഫാറ്റ് ഗ്ലോബ്യൂളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. only 1. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ? ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ ഈ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓയിൽ ഇൻ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഫേസിൻ്റെ അകത്തോട്ട് ഓയിൽ
ഡിസ്പേഴ്സ്ഡ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓയിൽ ഇൻ വാട്ടർ ഇമർഷൻ എന്ന് പറയുന്നത് കേട്ടോ. തിരിച്ച് വാട്ടർ ഇൻ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ അകത്തേക്ക് വാട്ടർ ഇൻകോപ്പറേറ്റ് ആവുന്നതിനെയാണ് എന്ത് വാട്ടർ ഇൻ ഓയിൽ ഇമർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിൽ ഏതാണ് അതിന് എക്സാമ്പിൾ? എന്താണ് ഓയിൽ ഇൻ വാട്ടർ ഇമർഷൻ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ടേബിൾ ക്രീം വിത്ത് 25% ഫാറ്റ്, പ്ലാസ്റ്റിക് ക്രീം വിത്ത് 85% ഫാറ്റ്, ടേബിൾ ബട്ടർ, ദെൻ മാർഗറിൻ. അപ്പോൾ ഇതിലേതാണ് ഓയിൽ ഇൻ വാട്ടർ ഇമർഷന് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ടേബിൾ ക്രീമും പ്ലാസ്റ്റിക് ക്രീമും ആണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഓയിൽ ഇൻ വാട്ടർ ഇമൾഷൻ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. കാരണം ക്രീം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻ വാട്ടർ ഫേസ് ആണ് കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് ഓയിൽ ഇൻ വാട്ടർ. ഓക്കെ, അപ്പം ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് only 1 and 2 ആണ് വരുന്നത്. ഈ ടേബിൾ ബട്ടർ മാർഗറിൻ എന്നൊക്കെ പറയുന്നത് അത് വാട്ടർ ഇൻ ഓയിൽ ഇമേർഷൻ ആണ് കേട്ടോ. കാരണം അവിടെ ഓയിൽ കണ്ടന്റ് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ഫാറ്റ് കണ്ടന്റ് ആണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. എന്നിട്ട് വെള്ളത്തുള്ളികൾ അവിടെ ഇവിടെ ആയിട്ടായിരിക്കും ഡിസ്പേഴ്സ്ഡ് ആയിട്ടിരിക്കുന്നത്. അതാണ് എന്ത് വാട്ടർ ഇൻ ഓയിലും ഓയിൽ ഇൻ വാട്ടർ. ഓയിൽ ഇൻ വാട്ടറിൻ്റെ അകത്ത് ഓയിൽ പോർഷൻ കുറവായിരിക്കും, വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. ഇനി വാട്ടർ ഇൻ ഓയിൽ ആണെങ്കിൽ വാട്ടർ കണ്ടന്റ് കുറവും ഓയിൽ കണ്ടന്റ് കൂടുതലുമായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ടേബിൾ ക്രീം വിത്ത് 25% ഫാറ്റും പ്ലാസ്റ്റിക് ക്രീം വിത്ത് 85% ഫാറ്റും ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ അസെപ്റ്റിക് പാക്കേജിംഗ് ദ ലെയർ ദാറ്റ് പ്രൊവൈഡ് റിജിഡിറ്റി ഈസ്. അസെപ്റ്റിക് പാക്കേജിംഗിൽ റിജിഡിറ്റി നൽകുന്ന ലെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് പേപ്പർ, അലൂമിനിയം ഫോയിൽ, പോളിയെത്തിലിൻ, പോളിപ്രൊപ്പിലിൻ. ഇത്രയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പേപ്പർ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ പേപ്പർ ആണ്. എന്തോ ഈ അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസെപ്റ്റിക് പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിനെ പാക്കേജിന്റെ ഉള്ളിൽ വെച്ച് തന്നെ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ്ലി അസെപ്റ്റിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് പ്ലസ് ഫുഡ് ആയിരിക്കും അതെന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അമൂലിന്റെ ഒക്കെ പാല് വരുന്ന ആ ഒരു ബോക്സ് ടൈപ്പ് കണ്ടെയ്നേഴ്സ് കണ്ടിട്ടുണ്ടോ? കണ്ടെയ്നേഴ്സ് മീൻസ് ബോക്സ് പോലെ ഇരിക്കുന്ന അമൂലിന്റെ പാല്, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒക്കെ വരുന്ന ആ ഒരു പാക്കേജിലെ, അല്ലെങ്കിൽ ബി നാച്ചുറലിന്റെ ഒക്കെ ആ ഒരു ബോക്സ് ഇല്ലേ, ഒരു ബോക്സ് ടൈപ്പ് വരുന്ന പാക്കേജിങ്. അപ്പൊ അതാണ് ഈ അസെപ്റ്റിക് പാക്കേജിങ്ങിന്റെ ഒരു എക്സാമ്പിൾ കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും പുറമത്തെ അതിന് 3-4 ലെയർ ആയിട്ടാണ് ആ ഒരു പാക്കേജ് നിർമ്മിച്ചിട്ടുള്ളത്. പേപ്പറിന്റെ ലെയർ കാണും, ദെൻ അലൂമിനിയം ഫോയിലിന്റെ ഒരു ലെയർ കാണും, ദെൻ പോളിയെത്തിലിന്റെ ഒരു ലെയർ കാണും. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് ഈ പേപ്പറാണ് അതിന് ആ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്. പുറമേ ഉള്ള ആ ഒരു, അല്ലെങ്കിൽ ഈ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ ഇങ്ങനെ പേപ്പർ കാർട്ടൻ്റെ അകത്ത് വരുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അതും ഒരു അസെപ്റ്റിക് പാക്കേജിങ് തന്നെയാണ്. അപ്പൊ അത് അല്ലെങ്കിൽ ചില തേയിലകൾ അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പേപ്പർ എന്ന് പറയുന്നതാണ് അതിന് ആ ഒരു സ്ട്രക്ചർ, റിജിഡിറ്റി ഒക്കെ കൊടുക്കുന്നത് പേപ്പറാണ്. അതേസമയം അലൂമിനിയം ഫോയിൽ ആണെങ്കിൽ ഓക്സിജനിൽ നിന്നും ലൈറ്റിൽ നിന്നും ഒക്കെ ഒരു ബാരിയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പോളിയെത്തിലിന് അല്ലെങ്കിൽ പോളിപ്രൊപ്പിലിനൊക്കെ ആണെങ്കിൽ മോയ്സ്ചർ അകത്തോട്ട് കിടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെയർ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് റിജിഡിറ്റി തരുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ പേപ്പറാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് ഗീ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസസ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഗീ റെസിഡ്യൂ? നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ മട്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അധികം റെസിഡ്യൂസ് ലാസ്റ്റിൽ കിട്ടും. അപ്പൊ അത് ഏറ്റവും കുറവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ പറയുന്നതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്താലാണ് നമുക്ക് ഏറ്റവും കുറവായിട്ട് റെസിഡ്യൂസ് കിട്ടുന്നതെന്നാണ്. റെസിഡ്യൂ നമുക്ക് ശരിക്കും വേണ്ട, അതൊരു എന്താ പറയുന്നത്, അതൊരു അനാവശ്യമായിട്ട് ഫോം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എത്രത്തോളം കുറയുന്നു അത്രത്തോളം നമുക്ക് ഗീ നല്ലതായിട്ട് കിട്ടും. അപ്പം ഈ റെസിഡ്യൂസ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ്, ഡയറക്റ്റ് ക്രീം മെത്തേഡ്, ക്രീമറി ബട്ടർ മെത്തേഡ്, ദെൻ ദേസി മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡാണ് കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് ഇത് കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ
ക്രീമിനെ അല്ലെങ്കിൽ ക്രീമിൽ നിന്നാണല്ലോ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഗീ ഉണ്ടാക്കുന്നത്, ബട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ക്രീമിൽ നിന്നൊക്കെയാണ് നമ്മൾ ഗീ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ക്രീമിനെ അല്ലെങ്കിൽ ബട്ടറിനെ നമ്മൾ എന്താക്കും, ഒരു 80 മുതൽ 85 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മുതൽ 30 മിനിറ്റ് നമ്മൾ അനക്കാതെ അങ്ങനെ ഹീറ്റ് ചെയ്യും. സ്റ്റിർ ചെയ്യത്തില്ല, ഇളക്കത്തില്ല. ഇളക്കാതിരിക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഉരുകി, ആ ബട്ടർ എല്ലാം ഉരുകി അതിൻ്റെ വാട്ടർ കണ്ടന്റും റെസിഡ്യൂസും ഒക്കെ വരുന്ന പോർഷൻസ് എല്ലാം ഉണ്ട്. അത് ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് വഴി ഒരു 3 ലെയർ ഫോം ചെയ്യും. ആദ്യത്തെ ഒരു ലെയറിൻ്റെ അകത്ത് ഫോം ഒക്കെ ആയിരിക്കും, പതയൊക്കെ ആയിരിക്കും. രണ്ടാമത് നടുക്കത്തെ ഒരു ലെയറിൻ്റെ അകത്ത് ഒരു ഫാറ്റ് കണ്ടന്റ് ആയിരിക്കും. ഏറ്റവും താഴത്തെ ലെയർ എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടന്റും ബാക്കി റെസിഡ്യൂസും എല്ലാം കൂടെ ചേർന്നിട്ട് കളക്ട് ചെയ്ത് ഏറ്റവും താഴെയായിട്ട് അടിയും. അപ്പോൾ നമ്മൾ ആക്ച്വൽ പ്രോസസ്സിങ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ അടിയിലത്തെ ലെയർ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എഫിഷ്യൻസി അല്ലെങ്കിൽ കുറച്ച് എനർജി യൂട്ടിലൈസ് ചെയ്ത് തന്നെ ബട്ടറിൽ നിന്ന് ഗീ ആക്കി മാറ്റാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ക്രീമിൽ നിന്ന് ഗീ ആക്കി മാറ്റാനായിട്ട് പറ്റും. അല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു റെസിഡ്യൂ റിമൂവ് ചെയ്യാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗീ ആക്കി വരുന്ന സമയത്ത് ഒത്തിരി റെസിഡ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ റെസിഡ്യൂ കരിഞ്ഞിട്ട് അതിനൊരു ബേൺഡ് ഫ്ലേവർ ഒക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലത് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ് വഴി ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ലോവർ ദ ഹീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് മിൽക്ക്. ഹീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിൽക്ക് ചൂടാക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു മിൽക്ക് പിരിയാതെ അതുപോലെ തന്നെ മിൽക്കായിട്ട് തന്നെ ഇരിക്കുന്ന കഴിവ്, അതിനെയാണ് ഹീറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ പിരിഞ്ഞു പോകാത്തൊരവസ്ഥ, അങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പം അതിനെ ലോവർ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഹീറ്റ് നല്ല സ്റ്റെബിലിറ്റി ഉള്ള മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ചൂടാക്കിയാലും അത് പിരിഞ്ഞു പോകത്തില്ല. സ്റ്റെബിലിറ്റി കുറവുള്ള മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് സ്റ്റെബിലിറ്റി കുറവുള്ള മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പിരിഞ്ഞു പോകും. അപ്പം അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഡെവലപ്ഡ് അസിഡിറ്റി, ഹൈ ടോട്ടൽ സോളിഡ്സ്, ഹോമോജനൈസേഷൻ, അഡീഷൻ ഓഫ് കെമിക്കൽ സ്റ്റെബിലൈസർ. അപ്പം ഇതിൽ ഏതാണെന്നാണ് ഹീറ്റ് സ്റ്റെബിലിറ്റിനെ ലോവർ ചെയ്യുന്ന ഫാക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 3 ആണ് കേട്ടോ. ഈ 3 ഫാക്ടേഴ്സ് ആണ് ഹീറ്റ് സ്റ്റെബിലിറ്റിനെ കുറയ്ക്കുന്നത്. ഏതൊക്കെയാണ്? ഡെവലപ്ഡ് അസിഡിറ്റി, ഹൈ ടോട്ടൽ സോളിഡ്സ്, ഹോമോജനൈസേഷൻ. ഇത്രയാണ് ഹീറ്റ് സ്റ്റെബിലിറ്റിനെ കുറയ്ക്കുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്ഡ് അസിഡിറ്റി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ ടോട്ടൽ സോളിഡ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഹീറ്റ് വരുമ്പോഴത്തേക്കിന് പ്രോട്ടീൻസ് കൊയാഗുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അഗ്ലൂമറേറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹൈ ടോട്ടൽ സോളിഡ്സിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഹീറ്റ് സ്റ്റെബിലിറ്റി കുറയും. ഇനി ഹോമോജനൈസേഷൻ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോമോജനൈസേഷൻ എന്ന് വെച്ച് ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സർഫസ് ഏരിയ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സർഫസ് ഏരിയ കൂട്ടുമ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്മുടെ കെസീൻ, മിസലേസ് ഒക്കെ അബ്സോർബ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അതുവഴി ഹീറ്റ് സ്റ്റെബിലിറ്റി കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളും വരുന്നത്. പിന്നെ കെമിക്കൽ സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത് ഹീറ്റ് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലോവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്നാണ്. കെമിക്കൽ സ്റ്റെബിലൈസേഴ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഹീറ്റ് സ്റ്റെബിലിറ്റി. ബാക്കി 3 കാര്യങ്ങളും ലോവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ലംബി ഡിഫക്റ്റ് ഇൻ മിൽക്ക് പൗഡർ മേ ബി കോസ്ഡ് ഡ്യൂ ടു വാട്ട്? എന്തുകൊണ്ടാണ് ലംബി ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാൽപ്പൊടിയൊക്കെ കട്ട പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ്: ഇൻസഫിഷ്യന്റ് ഡ്രൈയിങ്, അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ, ഡ്രിപ്പേജ് ഫ്രം പ്രഷർ നോസിൽ. അപ്പോൾ ഇതിൻ്റെ ഏതുകൊണ്ടാണ് ലംബി ഡിഫക്റ്റ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 3 കാരണം കൊണ്ടും ലംബി ഡിഫക്റ്റ് വരും കേട്ടോ. കാരണം ഇൻസഫിഷ്യന്റ് ഡ്രൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡ്രൈ ആയിട്ടില്ല പൗഡർ. അങ്ങനെ പ്രോപ്പറായിട്ട് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ അതിന് മോയ്സ്ചർ കണ്ടന്റ് കാണും. അങ്ങനെ സ്വാഭാവികമായിട്ടും കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് മിൽക്ക് പൗഡർ. ദെൻ അടുത്തതാണ് അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ. ഈ ലാക്ടോസ് ആണെങ്കിൽ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറുമായിട്ട് എക്സ്പോസ് വരുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രിപ്പേജ് ഫ്രം പ്രഷർ നോസിൽ. നമ്മൾ ഈ മിൽക്ക് പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ?
പാലിനെ ഒരു ചെറിയ നോസിലിൽ കൂടെ ഹൈ പ്രഷറിൽ സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ, സ്പ്രേ ഡ്രൈയിങ് എന്നാണ് അതിന് പറയുന്നത്, സ്പ്രേ ഡ്രൈ ചെയ്തിട്ടാണ് നമ്മളിതിനെ മിൽക്ക് പൗഡർ ആക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പ്രഷർ നോസിലിലൂടെ കടത്തിവിടുമ്പോൾ ചെറിയ ഡ്രോപ്പായിട്ട് വേണം ഇത് പോകാനായിട്ട്. ഇൻ കേസ് വലിയ ഡ്രോപ്പായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അത് പ്രോപ്പറായിട്ട് ഡ്രൈ ആവത്തില്ല, അത് മുഖാന്തരം ആ പൊടി കട്ട പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 കാരണം കൊണ്ടും ലംബി ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ദ എബോവ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആക്സിലറേറ്റഡ് റൈപ്പനിങ് ഇൻ ചീസ് ക്യാൻ ബി ഡൺ ബൈ. നമുക്ക് ചീസിന്റെ റൈപ്പനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെ ആക്സിലറേറ്റ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ഇൻക്രീസിങ് റൈപ്പനിങ് ടെമ്പറേച്ചർ, അഡീഷൻ ഓഫ് എക്സോജീനസ് എൻസൈംസ്, ദെൻ അഡീഷൻ ഓഫ് വേ പ്രോട്ടീൻ, ദെൻ അൾട്രാ ഫിൽട്രേഷൻ. ഇത്രയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് ചീസിന്റെ റൈപ്പനിങ് കൂട്ടാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണ്? ഇൻക്രീസിങ് റൈപ്പനിങ് ടെമ്പറേച്ചർ ആൻഡ് അഡീഷൻ ഓഫ് എക്സോജീനസ് എൻസൈം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ടെമ്പറേച്ചർ കൂട്ടുന്നത് വഴി നമുക്ക് എൻസൈമാറ്റിക് ആൻഡ് മെറ്റബോളിക് റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യാനും പ്രോട്ടീനും ഫാറ്റും ഒക്കെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ റൈപ്പനിങ് ആക്സലറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എക്സോജീനസ് എൻസൈംസ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രോട്ടിയേസ്, ലിപ്പേസ്, പെപ്റ്റേസ് പോലുള്ള എൻസൈംസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടിയോലൈസിസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നടക്കുകയും, പ്രോട്ടിയോലൈസിസ് എന്ന് വെച്ചാൽ പ്രോട്ടീനെ ലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടുതൽ നല്ല രീതിയിൽ നടക്കുകയും ഫ്ലേവർ ഡെവലപ്മെന്റിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചീസിന്റെ റൈപ്പനിങ്ങിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയോ എക്സ്ട്രാ ആയിട്ട് എക്സോജീനസ് എൻസൈംസ് ആഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ഓൺലി 1 and 2. Okay. അടുത്ത ക്വസ്റ്റ്യൻ, റിയേജന്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ആഡഡ് യൂറിയ ഇൻ മിൽക്ക്. മിൽക്കിന്റെ അകത്ത് യൂറിയ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഏത് റിയേജന്റ് ആണ് ആഡ് ചെയ്ത് നോക്കുന്നതെന്നാണ്. ഓപ്ഷൻസ് പാരാഫീനൈൽ എനിഡമീൻ, ദെൻ P-dimethyl aminobensaldehyde, ബാർഫോയിഡ് റിയേജന്റ് ഡൈഫീനൈൽ അമീൻ. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് P-dimethyl aminobensaldehyde ആണ് കറക്റ്റ് ഓപ്ഷൻ കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉള്ള ഉത്തരം. ഈ മിൽക്കിന്റെ അഡൾട്രേഷൻ കിറ്റിന്റെ അകത്ത് വരുന്ന, അല്ലെങ്കിൽ അഡൾട്രേഷൻ ടെസ്റ്റിന്റെ അകത്ത് വരുന്ന ഒരു ടെസ്റ്റാണ് യൂറിയ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു റിയേജന്റ് P-dimethyl aminobensaldehyde മിൽക്കിന്റെ അകത്തേക്ക് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു യെല്ലോ കളർ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിൽക്ക് യൂറിയ വെച്ചിട്ട് അഡൾട്ടേഡ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കെസിൻ ക്യാൻ ബി മാനുഫാക്ചർഡ് ഫ്രം. കെസിൻ നമുക്ക് എവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് സ്കിം മിൽക്ക്, ഗീ റെസിഡ്യൂ, ബട്ടർ മിൽക്ക്, അൾട്രാ ഫിൽറ്റേർഡ് വേ. അപ്പോൾ ഇതിൽ നിന്ന് ഏതിൽ നിന്നാണ് കെസിൻ നമുക്ക് മാനുഫാക്ചർ? കെസിൻ എന്താണ്? മിൽക്ക് പ്രോട്ടീൻ ആണ് കെസിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മാനുഫാക്ചർ ചെയ്യാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഏതാണ് ഏറ്റവും നല്ലതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് കെസിൻ കിട്ടുന്നത് സ്കിം മിൽക്കിൽ നിന്നും ബട്ടർ മിൽക്കിൽ നിന്നുമാണ് കിട്ടുന്നത് കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് മാത്രമേ കെസിൻ കണ്ടന്റ് ഉള്ളൂ. ഗീ റെസിഡ്യൂക്കകത്ത് ഫാറ്റ് പോർഷൻസും ഡീനാച്ചുവേർഡ് പ്രോട്ടീനും ഒക്കെ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. പിന്നെ അൾട്രാ ഫിൽറ്റേർഡ് വേ ആണെന്നുണ്ടെങ്കിൽ ഫിൽട്രേഷൻ കഴിഞ്ഞ് വരുന്ന വേ ആണ്. ഓൾറെഡി ചീസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലെ വേറെ എന്തെങ്കിലും കെസിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തന്നെയാണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളതിന്റെ ബാക്കി വരുന്നത് മാത്രമാണ് ഈ അൾട്രാ ഫിൽറ്റേർഡ് വേ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു തരത്തിലും കെസിൻ കണ്ടന്റ് കാണത്തില്ല. അപ്പം നമുക്ക് കെസിൻ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അത് എപ്പോഴും സ്കിം മിൽക്കിൽ നിന്ന് അല്ലെങ്കിൽ ബട്ടർ മിൽക്കിൽ നിന്ന് വേണം നമ്മൾ കെസിനെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് only 1 and 3 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ UHT ഹീറ്റ് എക്സ്ചേഞ്ചർ ദ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ഫോംഡ് ഈസ് ഓർ ആർ. ഏത് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് ഫോം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ടൈപ്പ് എ, ടൈപ്പ് ബി. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ളത്
എ മാത്രമാണോ അല്ലെങ്കിൽ ബി മാത്രമാണോ അല്ലെങ്കിൽ ബോത്ത് എയും ബിയും ഫോം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിലൊന്നും തന്നെ ഫോം ചെയ്യുന്നില്ലേ, അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്തോ ഈ ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കിനെ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ ട്യൂബ്സിൽ കൂടെ ഒക്കെ ആയിരിക്കുമല്ലോ ഇത് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ട്യൂബ്സിൽ പ്ലേറ്റ്സിലൊക്കെ ഇങ്ങനെ മിൽക്ക് പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഫൗളിങ് എന്നൊക്കെ പറയാം അതിനെ. അത് ഏത് ടൈപ്പ് ഓഫ് ഫൗളിംഗ് ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് UHT ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ടൈപ്പ് എ എന്ന് പറയുന്നത് പ്രോട്ടീൻ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡെപ്പോസിറ്റിനെയാണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. ടൈപ്പ് ബി എന്ന് പറയുന്നത് മിനറൽ റിച്ച് ആയിട്ടുള്ള ഡെപ്പോസിറ്റിനെയാണ് ടൈപ്പ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം UHT ഹീറ്റ് എക്സ്ചേഞ്ചറിൽ 2 ടൈപ്പിലുള്ള എന്തുണ്ടാവുന്നുണ്ട്, ഡെപ്പോസിറ്റും ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടീൻ റിച്ച് ഡെപ്പോസിറ്റും ഉണ്ടാവുന്നുണ്ട്. ഈ പ്രോട്ടീൻ റിച്ച് ഡെപ്പോസിറ്റ് മെയിൻലി ഡീനാച്ചുവേർഡ് വേ പ്രോട്ടീൻസ് ഒക്കെ ആയിരിക്കും മെയിനായിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത്. ഇത് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 70 മുതൽ 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഈ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഫോം ചെയ്യുന്നത് കേട്ടോ. ഇത് മെയിനായിട്ട് ഈ പ്രീ ഹീറ്റിംഗ് സെക്ഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെപ്പോസിഷൻ നടക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ഡെപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് ചിലപ്പം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അതേസമയം ടൈപ്പ് ബിയിലേക്ക് വരുമ്പോഴത്തേക്കിന് അത് മിനറൽ റിച്ച് ഡെപ്പോസിറ്റ് ആണ്. മെയിനായിട്ട് കാൽസ്യം ഫോസ്ഫേറ്റ് ആയിരിക്കും അവിടെ ഡെപ്പോസിറ്റ് ആവുന്നത്. ഇത് ജനറലി ഫോം ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്, ഒരു 110 ഡിഗ്രി സെൽഷ്യസിനൊക്കെ മുകളിലാണ് ഈ മെയിനായിട്ട് ഈ ഒരു കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ ആ ഒരു ഡെപ്പോസിറ്റ് ഫോം ചെയ്യുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ അകത്ത്. പക്ഷെ അത് ഭയങ്കര ഹാർഡായിരിക്കും, അതിനെ നമുക്ക് അങ്ങനെ ഈസിലി റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. അപ്പോൾ ആ 2 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2 ടൈപ്പ് ഡെപ്പോസിറ്റ് എവിടെ ഉണ്ടാവുന്നുണ്ട്? UHT ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഉണ്ടാവുന്നുണ്ട്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഈ 2 ടൈപ്പിലുള്ള ഡെപ്പോസിറ്റേഴ്സും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ബോത്ത് 1 and 2. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീസി ഡിഫക്റ്റ് ഇൻ ബട്ടർ മേ ബി കോസ്ഡ് ഡ്യൂ ടു വാട്ട്? ഗ്രീസി ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് എങ്ങനെയാണ് ബട്ടറിൽ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ഓവർ വർക്കിംഗ്, അണ്ടർ വർക്കിംഗ്, ഹൈ മെൽറ്റിംഗ് ഫാറ്റ്സ്, ഓവർ ചേർണിംഗ്. ഇത്രയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓവർ വർക്കിംഗ് ആണ് കേട്ടോ. ഓവർ വർക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ബട്ടറിൻ്റെ അകത്തുള്ള അതിൻ്റെ ബട്ടറിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഒക്കെ റപ്ചർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ലിക്വിഡ് ഫാറ്റിനെ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസ് റിലീസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഒരു ഗ്രീസി പേസ്റ്റി ടെക്സ്ചർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോഡി കൊടുക്കാൻ, ഗ്രീസി ആയിട്ടുള്ള പേസ്റ്റ് പോലെ ഇരിക്കുന്ന ഒരു ബോഡി ബട്ടറിന് കൊടുക്കാനായിട്ട് ഇത് കാരണമാകും. എന്താണ്? ഓവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടറിനെ നമ്മൾ ഓവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഗ്രീസി ഡിഫക്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഓവർ വർക്കിംഗ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബേക്ക്ഡ് ട്രഡീഷണൽ ഇന്ത്യൻ ഡയറി പ്രോഡക്റ്റ്? ബേക്ക്ഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ഇന്ത്യൻ ഡയറി പ്രോഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ശ്രീഖണ്ഡ് വാടി, ചന്ന പോഡോ, ചന്ന മുർഖി, ദെൻ കുർച്ചൻ. ഇത്രയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ചന്ന പോഡോ ആണ് കേട്ടോ. ചന്ന പോഡോ എന്ന് പറയുന്നത് ഒരു ഒഡീഷ്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ്. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് ഫ്രഷ് ചന്ന മിക്സ്ഡ് വിത്ത് ഷുഗർ ആൻഡ് നട്ട്സ് അണ്ടിൽ ഇറ്റ് കാരമലൈസ്. അത് നമ്മൾ ചന്നയും അതുപോലെ തന്നെ ഷുഗറും നട്ട്സും ഒക്കെ കാരമലൈസ്ഡ് ആവുന്നത് വരെ ബേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചന്ന പോഡോ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതാണ് ബേക്ക്ഡ് ഇന്ത്യൻ ഡയറി പ്രോഡക്ട്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ, ചന്ന പോഡോ. ഓക്കെ. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, only 2. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മേജർ ദാഹി ഫ്ലേവർ കോമ്പൗണ്ട് ഈസ്? ദാഹി കോമ്പൗണ്ട് ഫ്ലേവർ ആ മോരിന് അല്ലെങ്കിൽ ആ ബട്ടർ മിൽക്കിനൊക്കെ ആ ഒരു മണം കൊടുക്കുന്ന ഏത് കോമ്പൗണ്ട് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. അസെറ്റാൽഡിഹൈഡ്, ഈഥൈൽ എസ്റ്റർ, ഡൈഅസൈൽ, ഡൈഅസറ്റൈൽ ലാക്ടോൺസ്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡൈ അസറ്റൈലാണ് കേട്ടോ. ഡൈ അസറ്റൈലാണ് നമ്മുടെ ബട്ടറി അരോമ കൊടുക്കുന്ന ആ ഒരു ദാഹിക്ക്. ദാഹി മീൻസ് നമ്മുടെ മോര്, തൈര്, അതൊക്കെയാണ് ദാഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് ആ ഒരു ബട്ടറി ഫ്ലേവർ കൊടുക്കുന്നത് എന്താണ്, ഈ ഡൈഅസറ്റൈലാണ് ആ ഒരു ബട്ടറി ഫ്ലേവർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. മിൽക്ക് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനൊക്കെ ആ ഒരു പർട്ടിക്കുലർ അരോമ കൊടുക്കുന്നത് ഈ ഡൈഅസറ്റൈൽ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ഓക്കെ.